എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെ 3-ാം ദിവസത്തെ ചടങ്ങുകളെ കുറിച്ചാണ്. അതുപോലെ തന്നെ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനായി വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പതിവ് പോലെ നമുക്ക് ചടങ്ങുകളെ കുറിച്ച് പറയാം. ഇന്നലത്തെ പോലെ തന്നെയായിരുന്നു കേട്ടോ. രാവിലെ പതിവ് പോലെ നിർമ്മാല്യ ദർശനം, അതിനുശേഷം അഭിഷേകം, ഉഷനിവേദ്യം, ഉഷപൂജ, അത് കഴിഞ്ഞ് മണിക്കിണറിനടുത്ത് മുളപൂജ, പിന്നീട് ഉഷശീവേലി ഉണ്ടായിരുന്നു. ഈ ഉഷശീവേലി ഇന്ന് കാഴ്ച ശീവേലിയായിട്ടാണ് നടന്നത്. അതായത് സാധാരണ ശീവേലി, രാവിലത്തെ ശീവേലി 6:30 തുടങ്ങിയിട്ട് ഒരു 7:15 അവസാനിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ശീവേലി അവസാനിച്ചത് 9 മണിക്കാട്ടോ. ഞങ്ങൾ ഇന്ന് രാവിലെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ശീവേലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു സാധാരണ 3 വട്ടം റൗണ്ടായിട്ട് പിന്നെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ തന്നെ 3 ആനകൾ, ആ ഒരു ആനകൾ നിർത്താറുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭഗവതി കെട്ടിൻ്റെ ഒക്കെ അവിടെ 3 ആനകൾ നെറ്റിപ്പട്ടൊക്കെ കെട്ടി റെഡിയായിട്ട് നിന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, വേറെ നമ്മുടെ രവികൃഷ്ണൻ, ആ ഒരു ആനയോട്ടത്തിൽ ജയിച്ച ആന ശീവേലിക്കായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശീവേലി തുടങ്ങി 2 റൗണ്ട് കഴിഞ്ഞു. അങ്ങനെ 3-ാമത്തെ റൗണ്ടിൽ ആ ഒരു കിഴക്കേ നടയിൽ അവിടെ വന്ന് നിന്നു. എന്നിട്ട് ബാക്കി 3 ആനകൾ മുന്നോട്ട് വന്നിട്ട് രവികൃഷ്ണൻ തിരിച്ചുപോയി. അങ്ങനെ ആ 3 ആനകളുടെ ഒരു ആനയുടെ നടുവിൽ നിൽക്കുന്ന ആനയുടെ മുകളിലേക്ക് ഭഗവാന്റെ തിടമ്പ് എത്തി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തായമ്പകം കൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ, അവിടെയും കുറച്ച് ചെണ്ടമേളക്കാരും അവരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഭഗവാൻ ആ ഒരു 3 ആനകൾ നിൽക്കുന്നതിന് മുന്നിലും തായമ്പം കൂട്ടിയിട്ട് കുറേ അങ്ങനെ അറിയുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, കൊടകൾ ഉണ്ടായിരുന്നു. പിന്നെ കുറേ അങ്ങനെ അലങ്കാരം, മൊത്തമൊരു ഉത്സവത്തിൻ്റെ കൊടികളൊക്കെ പിടിച്ചിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിരന്ന് നിന്ന് ആ ഒരു ദൃശ്യം വളരെ രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല പോയതെന്ന് കാഴ്ചശീവേലിയുണ്ടെന്ന്, പക്ഷേ അങ്ങനെ കാണാൻ സാധിച്ചു ഇന്ന്. അപ്പോൾ ഇനി കാണിക്കുന്നത് ഞങ്ങൾ രാവിലെ പോയപ്പോഴുള്ള വിഷ്വൽസാണ് കാണിക്കുന്നത്. അതൊരു വടക്കേ നടയിൽ ഉള്ള സ്റ്റേജിൽ നടന്ന ഡാൻസാണ് കാണിക്കുന്നത്. രാവിലത്തെ ശീവേലി കാണാൻ പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഫസ്റ്റത്തെ റൗണ്ടിൽ തന്നെ ഞങ്ങൾ ആനയുടെ പിന്നിൽ പോയിട്ടോ. അങ്ങനെ റൗണ്ട് അടിച്ച് വന്നപ്പോൾ കിഴക്കേ നടയിലെത്തിയപ്പോൾ ഉള്ളിൽ ആ ഒരു ശീവേലിയുടെ സമയത്ത് നാലമ്പലത്തിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളിൽ നട നല്ല ഒഴിവായിരുന്നു. അതുകൊണ്ട് ആ ഒരു കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ട് നന്നായി കാണാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങൾ ഉഷപൂജാലങ്കാരമാണ് ഞങ്ങൾ ആ സമയത്ത് കാണാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ ഉഷപൂജാലങ്കാരം എന്താണെന്ന് വെച്ചാൽ, ഒരു കയ്യിൽ ഓടക്കുഴലും അടുത്ത കയ്യിൽ താമരപ്പൂവും പിടിച്ച് നിൽക്കുന്ന കണ്ണനായിട്ടാണ് ഇന്ന് ഭഗവാൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ കാഴ്ചശീവേലി കഴിഞ്ഞ ശേഷം പിന്നെ പാലഭിഷേകം, നവകാഭിഷേകം, പന്തിരടി പൂജ കഴിഞ്ഞ് നട തുറന്നിട്ട് ഒരു 10:15 ശ്രീഭൂതബലി ആരംഭിക്കും. പിന്നെ ഇന്നലത്തെ പോലെ ഞാൻ പറഞ്ഞു, ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് പിന്നെ പഴുക്ക മണ്ഡപത്തിൽ ഭഗവാൻ ഇരിക്കും. അങ്ങനെ അതൊക്കെ കഴിയും. അതിനുശേഷം ഉച്ചപൂജാലങ്കാരം 1:30 to 2 മണിക്ക് നടക്കും. അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം നമ്മളെ ചാനലിൽ ഷോർട്സായിട്ട് നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമുക്കതിന് മുമ്പ് ഗുരുവായൂർ അമ്പലത്തിലത്തെ കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം എന്ന് പറയുന്നത് ഊഞ്ഞാലിരിക്കുന്ന ഭഗവാനാട്ടോ. അപ്പോൾ ഇന്നലെ നമ്മുടെ ബലൂണൊക്കെ പിടിച്ചിട്ട് ആയിരുന്നു ഇന്ന് ഊഞ്ഞാലിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കുറേ ദിവസങ്ങളായിട്ട്
ആ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ഇന്ന് ഊഞ്ഞാലിൽ 2 കൈയിലും ഊഞ്ഞാലിൻ്റെ വള്ളിയൊക്കെ പിടിച്ച് നല്ല ചിരിച്ച് സന്തോഷത്തിലിരിക്കുന്ന ഭഗവാനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ മൊത്തം ഈ ഒരു ഉത്സവം തുടങ്ങിയ പിന്നെ മൊത്തം കളിയാട്ടോ. ആദ്യത്തെ ദിവസം ഒരു ആനയുടെ പുറത്ത്, പിന്നെ ബലൂണ് പിടിച്ചിട്ട്, പിന്നെ ഇപ്പോൾ ഇതാ ഊഞ്ഞാലിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരമ്പലത്തിലെ ഭഗവാൻ. അപ്പോൾ എന്നാലും നമുക്ക് കുറച്ച് ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ ഇന്ന് അധികം ദൃശ്യങ്ങളില്ല കേട്ടോ. കാരണം ഞങ്ങൾ രാവിലെ പോയപ്പോൾ ഫോണിൽ അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ പോയത് രാത്രിയാണ്, രാത്രിയും അധികം പറ്റിയില്ല. അപ്പോൾ എന്നാലും നാളെ കുറച്ചുകൂടി കാണിക്കാം. പിന്നെ നാളെ ഒരു കഥ പറയുന്നുണ്ട് കേട്ടോ. നാളെ കിട്ടയുടെ കഥയാണ് പറയുന്നത്. ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ളൊരു കഥയാണ്. തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു കഥ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നാലും കുറച്ച് ദൃശ്യങ്ങൾ കാണാം.